അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഒരു മനുഷ്യന് ആരോഗ്യം നൽകിയിരിക്കുന്നത്, ആരോഗ്യം എന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്, ഫളലാണ് മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ ഔദാര്യമാണ്. ഈ അനുഗ്രഹീതമായ ഈ ഒരു ആരോഗ്യത്തെ നാം ഇല്ലാതാക്കി കളയരുത്. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോഴും ഒരു മാറ്റവുമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന എത്ര ആളുകളാണുള്ളതെന്ന് നാം ചിന്തിക്കണം. പല മഹല്ലുകളിലും നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നോമ്പുകാരനല്ലാതെ നോമ്പ് പിടിച്ചുവെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ ആളുകളാണ് നോമ്പുകാര് നോമ്പ് മുറിക്കുന്ന സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ നോമ്പുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി വന്ന് നോമ്പ് പിടിക്കുന്ന ഫാസിഖീങ്ങൾ എത്ര പേരുണ്ടെന്ന് നാം ചിന്തിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. വലിയ പാപമാണ്, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടും പാപമാണ്, മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഹറാമാണ്, പച്ച ഹറാമാണ്. റമളാനിന്റെ പകലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം ഹറാമാക്കിയിരിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ മാസത്തെ പോലും മാനിക്കാതെ പരിഗണിക്കാതെ ഇന്ന് ആ റമളാനിനെ പോലും പരിഹസിക്കുന്ന രീതിയിൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ കാണിക്കുന്ന ഓരോ മോശത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് മാറിയില്ല എങ്കിൽ പൊന്നുമോനെ, അക്രമികൾ ഒരു പരിധിവരെ അള്ളാഹു നോക്കും. അത് കഴിയുമ്പോൾ ഒരൊറ്റ പിടുത്തമാണ് പിടിക്കുന്നത്. ആ പിടുത്തം വല്ലാത്തൊരു പിടുത്തമാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ.